എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഒരു പാൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. രാവിലെ നമുക്കൊരു പാൽപുട്ട് ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ നിങ്ങളോട് അതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. പാൽക്കുട്ടി എൻ്റെ തോളെ കിടക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞ് എന്നെ കൂടെ എടുക്കണേ എന്നും പറഞ്ഞ് തോളത്ത് കയറിയിരിക്കുക. ഓക്കെ. അപ്പം അതിന് വേണ്ടിയത് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ അരിപ്പൊടി, പുട്ടിൻ്റെ പൊടി, പിന്നെ നമുക്ക് വേണ്ടിയത് പാലാണ് വേണ്ടിയത്, ഇച്ചിരി ഉപ്പും. ഇത്രയും സാധനം മതി. അപ്പം ഞാനത് നിങ്ങളെ ഒന്ന് കുഴയ്ക്കുന്നതാണ്. അപ്പം നമ്മളൊരു പാത്രത്തിനകത്ത് ഇച്ചിരി ഇത് കോരി ഒഴിക്കാൻ വേണ്ടി ഇച്ചിരി നെയ്യ് തൂത്തൊരു കുഴിയിൽ. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഒന്നും സമ്മതിക്കത്തില്ല. വീഡിയോയ്ക്ക് നമ്മൾ ഒരു നുള്ളി ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഇത് കുഴയ്ക്കാൻ വേണ്ടിയുള്ള പാല്, ഞാൻ ചൂട് പാലാണ് എടുത്തേക്കുന്നത്. ഇതിപ്പം എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഒരു ശകലം വെള്ളം പോലും വേണം. അപ്പം നമുക്കതിന് ഇച്ചിരി ഏറെ പാല് വേണം. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള പാലെടുക്കും. അപ്പം നമ്മളൊരു കിണ്ണത്തിൽ ഇത് തൂത്തും വെച്ചിട്ടുണ്ട്, നെയ്യ് തൂത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇടാം. വേണമെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർക്കാം, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ഏലക്കാപ്പൊടി, നോക്കണം. അപ്പോൾ ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കട്ടെ ഞാൻ. അപ്പം നമ്മൾ പാൽപുട്ടിനുള്ള എല്ലാം കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഇതൊരു കിണ്ണത്തിനകത്തോട്ട് ഒഴിക്കാം. അപ്പം ഇങ്ങനെ വേണം, പിന്നെ ഇത്രയും ഇങ്ങനെ കുറുകിയിരിക്കാം. എന്നിട്ട് നമുക്ക് ഇഡ്ഡലിക്കുട്ടം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അടുപ്പയിലോട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പം നമ്മൾ നെയ്യ് ചേർച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ഒന്ന് കാണിച്ചങ്ങ് വെച്ചാൽ മതി. നമ്മുടെ ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറി വേവട്ടെ, ഞാൻ കാണിക്കും. അപ്പം നമ്മുടെ പാൽപുട്ടെല്ലാം റെഡിയായിട്ടുണ്ട്. ഞാൻ ഒരു ശകലം തിന്ന് നോക്കി. അന്നേരം നമ്മുടെ കേക്കില്ലയോ, നമ്മൾ കിണ്ണനപ്പം ഉണ്ടാക്കത്തില്ലേ, അപ്പം നമ്മൾ കിണ്ണനപ്പമൊക്കെ കഴിക്കുന്ന പോലെ പിന്നെ ഇതിൻ്റെ പാലും തേങ്ങയും പഞ്ചസാരയും കൂടെ ഉള്ളതിൻ്റെ ഒരു ടേസ്റ്റുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ പാൽപുട്ട്. രാവിലെ പെട്ടെന്നുള്ള ഒരു ആഹാരം. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.